സത്യം പറയാലോ, ചില സമയത്ത് എനിക്ക് തോന്നും നമ്മുടെ നാട്ടിലെ പോലീസും നമ്മുടെ നാട്ടിലെ സിസ്റ്റവും എന്ത് ഭേദമാണെന്ന്. സംഭവം ഇതാണ്, ലാസ്റ്റ് സാറ്റർഡേ എനിക്ക് സത്യം പറഞ്ഞാൽ ഫുൾ നൈറ്റ് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല എന്നുള്ളതാണ്. എൻ്റെ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി അറ്റാച്ച്ഡ് വീടാണ്. ഓക്കെ, അപ്പോൾ അതായത് എൻ്റെ നെയ്ബറും ഞാനും ഒരു വാളാണ് ഷെയർ ചെയ്യുന്നത്, മെയിൻ വാൾ വന്നിട്ട്. അപ്പം ലാസ്റ്റ് വീക്ക് ഇവർ പാർട്ടി തുടങ്ങി, ലൈക്ക് സാറ്റർഡേ ആയപ്പോഴത്തേക്കും. അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോപ്പ് സിംഗേഴ്സിൻ്റെയൊക്കെ ഈ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതായത് ഇങ്ങനെ അവരുടെ ഹുഡിലെ ആൾക്കാർ വന്ന് ഇറങ്ങിയതുപോലെ എന്ന് പറയും. അതായത് കാറിലൊക്കെ വന്നിട്ട് ഫുൾ അപ്പിയറൻസ് കൊടുത്ത് ഗേൾസും ബോയ്സും വന്ന് ഇറങ്ങുക, ഗ്രീറ്റ് ചെയ്യുക. ഫുൾ നമ്മൾ മറ്റേ ഈ ട്രാവിസ് സ്കോട്ടിൻ്റെയും അതുപോലുള്ള ബ്ലാക്ക് ആർട്ടിസ്റ്റിൻ്റെയൊക്കെ മ്യൂസിക് വീഡിയോ കാണുന്ന പോലത്തെ ഒരു കാഴ്ചയായിരുന്നു കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ടത്. ഇപ്പം എൻ്റെ നെയ്ബറിൻ്റെ എന്തെങ്കിലും ബർത്ത്ഡേ പാർട്ടി വല്ലതായിരിക്കും. അപ്പം ഫുൾ ഷോ ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലായിരുന്നു അത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിവർ പാർട്ടി ചെയ്യുന്നതിലോ ഒന്നിലും എനിക്ക് പേഴ്സണലി ഒന്നും പറയാനില്ല. ബട്ട് പാർട്ടി വന്നിട്ട് ഭയങ്കര ലൗഡായിട്ടൊരു 2-2:30 മണി വരെ കണ്ടിന്യൂസ്ലി പോയിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ. ഇപ്പം ഞാൻ താമസിക്കുന്ന ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പകൽ സമയത്ത് പോലും ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പം ഞാനാണെങ്കിൽ ഒരു 11 മണി വരെ ഞാൻ ഇങ്ങനെ കടിച്ചു പിടിച്ചിരുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് സൈലൻ്റ് ആയതുകൊണ്ടും എൻ്റെ റോഡ് ഫേസിങ് റൂമും കൂടെ ആയതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. ഞാനൊരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ പോലീസിനെ വിളിച്ചു. പോലീസ് എന്താ പറഞ്ഞതെന്നറിയോ? നിങ്ങൾ കൗൺസിലിൽ വിളിക്കാൻ പറഞ്ഞു. അപ്പം കൗൺസിലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ക്രിമിനൽ കേസസ് അല്ല, അവരിങ്ങനെ മറ്റേ നോയ്സ് കംപ്ലയിൻറ്റ് അങ്ങനെയൊക്കെ ഉള്ള കേസസൊക്കെ എടുക്കുന്നത്. അത് വിളിച്ചപ്പോഴത്തേക്കും കൊണ്ട് അവർ പറയുന്നു നമ്മളൊരു ലെറ്റർ അയക്കാമെന്ന്. അതായത് എനിക്കിപ്പം എന്താണ് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടനെ ഒന്നും ഒരു നടപടിയാവുന്ന കേസല്ല. നമ്മുടെ നാട്ടിലൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കെ, എത്രയോ പ്രാവശ്യം നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യമാണെന്ന് പറഞ്ഞാൽ നമ്മൾ എമർജൻസിയിലോ ഇതിലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു അത്യാവശ്യ ഘട്ടമാണെന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലീസ് ഉടനെ വരും. എസ്പെഷ്യലി ഒരു സ്ത്രീയുടെ എന്താ പറയുക സുരക്ഷ, സേഫ്റ്റി കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അവർ ഉടനെ വരും. പക്ഷേ ഇത് വന്നിട്ട് എനിക്ക് തോന്നിയത് പോലീസിനെ വിളിച്ചപ്പോൾ അവർ പറയണം, ഓ നോയ്സ് അല്ലേ, അല്ലാതെ നിങ്ങൾക്ക് വേറെ ഒന്നും പറ്റിയില്ലല്ലോ. എന്നിട്ട് ഇങ്ങോട്ട് 2 ചാട്ടം. ഞാനപ്പോൾ ചോദിച്ചു, നിങ്ങളപ്പോൾ എന്താ ചാവാൻ കിടന്നാലാണോ വരുന്നത്? ചാവാൻ കിടന്നാലെന്ന് വെച്ചാൽ അവർക്ക് ബോധ്യപ്പെടണം. ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ നിങ്ങൾ ഹാർട്ട് അറ്റാക്കുമാണ് ക്യാൻസറും ആണെന്ന് പറഞ്ഞാൽ അവിടെ നാടകം ഇറക്കിയാലേ അവർ വരത്തുള്ളൂ. അവർക്ക് ബോധ്യപ്പെടണം. 999 വിളിക്കുമ്പം. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു, നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ എന്ത് ഭേദമായിരുന്നു അതൊക്കെ. കാരണം ഞാൻ എപ്പോഴൊക്കെ പോലീസിനെ വിളിച്ചിട്ടുണ്ടോ നാട്ടിലായിരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം പറയാം, അവർ ഉടനടി ആക്ഷനാണ്. അത് മാത്രമല്ല നമ്മളോട് പെരുമാറുന്ന രീതിയാണ് വളരെ ഫോണിലാണെങ്കിലും അവരുടെ ബിഹേവിയർ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഇതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ കേരള പോലീസിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? അതായത് ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ, മെറ്റ് പോലീസ് ഇസ് എ ജോക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് സത്യം പറയാം, ഇത്രയും വർഷത്തിൽ ഞാൻ എന്തൊക്കെ കാര്യത്തിന് വിളിച്ചിട്ടുണ്ടാവും, സമയത്തിന് എനിക്കൊരു നടപടി ഉണ്ടായി കിട്ടിയിട്ടേ ഇല്ല. പിന്നെ ഞാൻ ആകെപ്പാടെ എനിക്ക് വന്നിട്ടുള്ളത് വെച്ചാൽ ഒരു പ്രാവശ്യം വയ്യാണ്ടായപ്പോൾ ആംബുലൻസ് വന്നിട്ടുണ്ടായിരുന്നു. അത് മാത്രമുണ്ട് സമയത്തിന് വിളിച്ചപ്പോൾ വന്നത്. അതും അവിടെയും കുറേ നാടകം ഇറക്കേണ്ടി വന്നു. അയ്യോ വയ്യ ഞാനിപ്പോൾ ചാവുക എന്നൊക്കെ പറയേണ്ടി വന്നു. അപ്പം അതാണ് ഇവിടുത്തെ ഒരു സംഭവം. അപ്പം ഈ പാർട്ടിയുടെ കേസ് അവസാനം ഇപ്പം എന്തായാലും ഇപ്പം അനക്കൊന്നുമില്ല. പക്ഷേ ഇതിങ്ങനെ പോവുകയാണെങ്കിൽ മനുഷ്യനെങ്ങനെ ഉറങ്ങും? ഇപ്പം ഇവിടുത്തെ കേസ് എന്ന് വെച്ചാൽ നോയ്സ് കംപ്ലയിൻ്റ് ഒക്കെ നമ്മൾ കൗൺസിലിൽ അറിയിക്കുകയാണ് പതിവ്. കൗൺസിലിൽ അവർ ആദ്യം ഇവർക്കൊരു ലെറ്റർ അയക്കും, വാർണിംഗ് അയക്കും. അങ്ങനെ നീണ്ടു പോകും. അതാണ് ഇവിടുത്തെ കേസ്.